ഹലോ. അപ്പം ഇന്നത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുപണിയാണ്. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മണ്ണുപണി എടുക്കുന്നത്. നമ്മുടെ കാട്ടിക്കുളം പാൽ വെളിച്ചം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നിപ്പോൾ നമ്മൾ പണിയെടുക്കുന്നത്. എൻ്റെ വണ്ടിയുണ്ട്, പിന്നെ വേറൊരു 2-3 വണ്ടികളുണ്ട്. പിന്നെ ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു മണ്ണുപണിയാണ്. അവിടെ 10ഓളം വണ്ടിയുണ്ട്. നമ്മുടെ സൈറ്റിൽ 4 വണ്ടി. ഏകദേശം അടുത്തടുത്ത് തന്നെ 16ഓളം വണ്ടി പണിയെടുക്കുന്നുണ്ട്. എല്ലാവരും 3-4 ദിവസം രാവിലെ 6:30 ആകുമ്പോഴേക്കും പണി തുടങ്ങിയുള്ളൂ. അപ്പം വണ്ടി അങ്ങോട്ട് കയറ്റിയിടാനുള്ള സ്ഥലമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിലേക്ക് നിർത്തിയിട്ടാണ് ഈ 3 വണ്ടിയാണ് നമുക്ക് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ വേറൊരു വണ്ടി കൂടി ഉണ്ട്, അത് വല്ലപ്പോഴും അങ്ങനെ കുറച്ച് ലോങ്ങാണ്. നമ്മളിവിടെ മണ്ണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മളിപ്പം മണ്ണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഇവിടെ ഇപ്പം മണ്ണിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മിനിമം ഒരു 600 രൂപ. അങ്ങനെ 4 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ പോകുമ്പോൾ ഏകദേശം 1200 രൂപ ആ റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ മണ്ണിന് മേടിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ രാവിലെ 6:30 തുടങ്ങി വൈകുന്നേരം 6 മണി വരെ എടുക്കുക. അതിനിടയ്ക്ക് 2 പ്രാവശ്യം സ്കൂൾ ടൈം ഉണ്ട്. സ്കൂൾ ടൈമിലൊക്കെ നിർത്തിയിട്ട് എടുക്കുമ്പോഴും നമുക്ക് 10-25 ലോഡിന് മേലെ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടി ലോഡായിട്ടുണ്ട്. നല്ല ചൂടാണ്. ആ JCBയും ആ മഞ്ഞ രജിസ്റ്ററിൻ്റെ ടിപ്പറും AC വണ്ടിയാണ്. അതൊക്കെ നമ്മൾ രണ്ടുപേരും AC ഇല്ലാത്ത വണ്ടി. നല്ല ചൂടാണ്. അപ്പം അങ്ങനെ ലോഡിങ് നടന്നിരിക്കും. ഇവിടെ കല്ല് തന്നെ നല്ല കല്ലുള്ളൊരു മണ്ണായത്, ഫുള്ള് കല്ലാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് സ്ഥലത്തേക്ക് നമുക്ക് ഓർഡർ ഈ മണ്ണിന് കിട്ടൂല. മറ്റേ ചിലർക്ക് മുറ്റത്തിടാനും പിന്നെ ചെടി ഇടാനും അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് ഈ നല്ല മണ്ണ് എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കല്ലായതുകൊണ്ട് നമ്മൾ കുഴി ഫില്ല് ചെയ്യാൻ, അങ്ങനെ തറേൻ്റെ ഉള്ളിലിടാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ മണ്ണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആദ്യത്തെ വണ്ടി ലോഡായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി വെച്ചു. ഒക്കെ ബേക്ക് ബക്കറ്റും കൊണ്ടാണ് ലോഡാക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ സ്ഥലമില്ല, എന്നാൽ അത് സെറ്റായി വരുന്നേ ഉള്ളൂ. ഇനി കുറച്ച് സ്ഥലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചിട്ടിട്ട് ഫ്രണ്ട് ബക്കറ്റ് കൊണ്ട് പോരാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ ട്രിപ്പ് സ്പീഡാകും. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പണി തുടങ്ങിയ ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ. എന്തായാലും ഒരു 3-4 ദിവസത്തെ പണിയുണ്ട്. ആ സമയം ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും സെറ്റാവും. ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മളിതാ ഇപ്പോൾ കുറച്ച് സ്ഥലമായി കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കോട്ട് കയറ്റി വെച്ചു. അപ്പോഴൊക്കെ ബേക്ക് ബക്കറ്റ് തന്നെയാണ് വരുന്നത്. എന്തായാലും അങ്ങനെ കുറച്ച് സ്ഥലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ലോഡാവാനും പോകാനൊക്കെ പറ്റും. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ JCBൻ്റെ ബേക്ക് ബക്കറ്റും കൊണ്ട് കോരുവാണെങ്കിൽ തന്നെ ഒരു വണ്ടി ഫുള്ളാവാൻ ഏകദേശം 3 മിനിറ്റിൻ്റെ ഒക്കെ ചോട മതി. സ്പീഡ് എന്തായാലും ലോഡാവുന്നുണ്ട്. ഫ്രണ്ട് ബക്കറ്റ് കൊണ്ടാണെങ്കിൽ ഒരു 3-3.5 ബക്കറ്റ് ഇടുമ്പോഴേക്കും വേണ്ട സംഭവം ഫുള്ളായി. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറം പണിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ 10 ടിപ്പറിനുള്ള സമയത്ത് 2 JCB ഉണ്ട്. അതാകുമ്പോൾ ഒരു JCB ഇടിച്ചിടുന്നു, ഒരു JCB ഫ്രണ്ട് ബക്കറ്റ് കൊണ്ട് കോരാൻ മാത്രമായിട്ടുണ്ട്. അവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വേഗം പണി നടക്കും. ഇതിപ്പോൾ നമ്മൾ AC വണ്ടി കയറി ഇരിക്കുന്ന പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ലോഡാവുന്ന സമയത്ത് JCBയിൽ വന്നിരിക്കും. ഇത് നമ്മുടെ കുറുവാദ്വീപിനൊക്കെ തൊട്ടടുത്തായി സ്ഥലം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. ഇത് നമ്മൾ പണി തുടങ്ങി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സ്ഥലമായി തുടങ്ങി. അപ്പോൾ നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റി സ്ഥലമാക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടിച്ചിട്ട് ഫ്രണ്ട് ബക്കറ്റ് കൊണ്ട് അങ്ങ് വരാൻ തുടങ്ങും. നമ്മളെന്തായാലും 3-4 വണ്ടി ഓടി എത്തുമ്പോഴേക്കും ചെറിയൊരു ഗ്യാപ്പ് JCBക്ക് കിട്ടും. ആ സമയത്ത് എന്തായാലും ഇടിച്ചിടും. ഇപ്പോൾ ഒരുപാടൊന്നും എടുക്കാനില്ല, കുറച്ചൊരു ദൂരം മാത്രമേ നമുക്ക് മേലേക്ക് എടുക്കാനായിട്ടുള്ളൂ, ചെറിയൊരു ഭാഗം. ഇത് ചില ഭാഗത്ത് നല്ല മണ്ണുണ്ട്, ചില ഭാഗത്ത് ഫുള്ള് കല്ല് തന്നെ വെറും കല്ലായിരുന്നത്. ചില സ്ഥലത്ത് നമുക്ക് നല്ല മണ്ണ് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരേ സ്ഥലത്ത് 2 പെർമിഷൻ വർക്ക് വരുന്ന സമയത്ത് മണ്ണിടുന്ന സൈറ്റിന് വേണ്ടി എപ്പോഴും ഒരു മത്സരമായിട്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൈറ്റിൽ വേറൊരാൾ കുറച്ചുകൂടെ കുറഞ്ഞ റേറ്റ് പറയും. അന്നേരം മണ്ണ് കൂടുതൽ പോകാനായിട്ട് ഓരോരുത്തർ ഓരോ രീതിയിൽ സൈറ്റ് പിടിക്കുന്നതാണത്. ഇപ്പോൾ ഒന്നാമെന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിലൊക്കെ മണ്ണെന്ന് വെച്ചാൽ വെറും കല്ല് മാത്രമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഡിമാൻഡ് ഇടാൻ പറ്റില്ല. മറ്റേ തൊട്ടപ്പുറത്തെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലില്ലാത്ത നല്ല പൊടിമണ്ണാണ്. അപ്പോൾ അങ്ങനെ എന്നാലും കുഴപ്പമില്ല, രണ്ടാൾക്കും ഇഷ്ടംപോലെ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോകുന്നത് പടമലയിൽ നിന്ന് പാൽവെളിച്ചം, നമ്മുടെ കുറുക്കമൂല കഴിഞ്ഞ് പടമല പള്ളിയും കഴിഞ്ഞ് കുറുവാദ്വീപും കഴിഞ്ഞിട്ടാണ് നമ്മൾ പാൽവെളിച്ചം ടൗണിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു ലോഡ് പോയി തട്ടിയിട്ട് വന്നു. ഇതിപ്പോൾ അടുത്ത ലോഡ് എത്തിയപ്പോഴേക്കും JCB ഇടിച്ചിട്ടു.
ഇടിച്ചിട്ടിട്ട് ഇപ്പോൾ ഫ്രണ്ട് ബക്കറ്റും കൊണ്ടാണ് ഇപ്പോൾ പോരുന്നത്. ഫ്രണ്ട് ബക്കറ്റ് കൊണ്ട് പോരുമ്പോഴേക്കും നമുക്ക് വേഗം ലോഡാവും, വേഗം സ്ഥലവും നീങ്ങും, നമുക്കും അത്യാവശ്യം വേഗം ട്രിപ്പാവും. അങ്ങനെ അതുകൊണ്ട് ഫ്രണ്ട് ബക്കറ്റ് കൊണ്ട് പോരുമ്പോൾ നമുക്ക് എപ്പോഴും മെച്ചമാണ്. പക്ഷേ JCBക്ക് അത് കുറച്ച് എണ്ണ ചിലവ് കൂടിയ പരിപാടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങനെ പോയി ഇപ്പോൾ നമ്മൾ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് തട്ടാനുള്ള സ്ഥലം പാലൊളിച്ചം ജംഗ്ഷൻ തന്നെയാണ്, തോട്ടത്തിനുള്ളിലേക്കാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കാപ്പി ആയതുകൊണ്ട് മൊത്തം പോറിയിട്ടാണ് വണ്ടി അങ്ങോട്ട് പോകുന്നത്. ഏകദേശം 100-300 മീറ്ററോളം നമുക്ക് ഈ തോട്ടത്തിൽ കൂടെ തന്നെ പോകാനുണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് ഇവിടെ പോവും. എന്താ വെച്ചാൽ 2-3 വണ്ടി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ അവിടെ ഇവിടെയും വരുമ്പോൾ നമുക്ക് വന്ന് ബ്ലോക്കായി പോകും. കാരണം ഇടയിൽ തിരിക്കാൻ സ്ഥലമില്ല, ചെറിയ വഴിയാണ്. അങ്ങനെ ചെറിയ സമയങ്ങൾ നമുക്ക് എപ്പോഴും ഇവിടെ നഷ്ടം വരലുണ്ട്. എന്നാലും പരമാവധി നമ്മൾ റണ്ണിങ്ങിൽ ഓടിപ്പിടിക്കും. നമ്മൾ ഇവിടെ വെച്ചാൽ ഇവിടെ കാപ്പി നടാൻ വേണ്ടി ഒരു ചെറിയ ഏരിയ ലെവലാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ മണ്ണ് ഇറക്കുന്നത്. ഇപ്പോൾ നമുക്ക് മണ്ണ് എടുക്കുന്നതുകൊണ്ട് ഈ സൈറ്റിലേക്ക് ഏകദേശം 3.5 കിലോമീറ്റർ നമുക്ക് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ലോഡ് തട്ടി. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ തിരിക്കാൻ ഫസ്റ്റ് നമ്മൾ ട്രിപ്പ് വരുന്ന സമയത്തൊന്നും തിരിക്കാൻ ഒരു തുള്ളി സ്ഥലം ഉണ്ടായിരുന്നില്ല. റോഡിൽ തന്നെ മെല്ലെ ക്രോസ് വെച്ചായിരുന്നു തട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വെച്ചാൽ ഒരുപാട് നമുക്ക് സമയം ഇവിടെ പോകുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം മണ്ണ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ട് ബേക്കായിട്ട് തിരിച്ചിട്ട് വേഗം പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓരോ ട്രിപ്പ് നമ്മൾ തട്ടുമ്പോഴും അടുത്ത ലോഡ് ഇടാൻ കണക്കിന് നമ്മൾ നിന്ന് ട്രാക്കാക്കിയിട്ട് നമ്മളെപ്പോഴും പോകുള്ളൂ. ഇന്നത് പണിക്ക് ആരും ഇല്ല. നേരത്തെ തരാനൊക്കെ ആയാലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആളില്ലാത്തതുകൊണ്ട് നമ്മൾ പരമാവധി ട്രാക്കാക്കി അടുത്ത ലോഡ് വന്ന് തട്ടാൻ പാകത്തിനാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇനി ചെല്ലുക, ഇനി വൈകുന്നേരം വരെ ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. ഇവിടെ തന്നെയാണ് നമുക്കിനി ഇടാനുള്ളത്. ഇവിടെ ഇടാണ്ട് പിന്നെ തൊട്ടപ്പുറം വേറെ സൈറ്റുണ്ട്. അപ്പോൾ ഓരോ സൈറ്റ് തീരുന്നതിനനുസരിച്ച് നമ്മൾ അടുത്ത സൈറ്റിലേക്ക് മാറും, മെല്ലെ മാറും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന്